എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജർമ്മനിയിലെ സാക്സണി എന്ന സംസ്ഥാനത്തെ ഡ്രെസ്ഡൻ എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഡ്രെസ്ഡനിലെ പ്രധാന അട്രാക്ഷൻസിലൊന്നായ ഗ്രേറ്റ് ഗാർഡനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൊറോക്ക് ശൈലിയിലുള്ള ഒരു പാർക്കാണിത്. സാക്സണിയിലെ ഇലക്ടറായ ജോൺ ജോർജ് മൂന്നാമൻ്റെ നിർദ്ദേശപ്രകാരം 1676 ഇത് സ്ഥാപിതമായത്. 1814 മുതൽ ഇതൊരു പൊതു ഉദ്യാനമാണ്. ഈ കാണുന്ന പോലത്തെ ഒരുപാട് റോഡുകൾ ഇതിലൂടെ ഉണ്ട്. വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഗ്രേറ്റ് ഗാർഡൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, ഇതിൻ്റെ ഉള്ളിൽ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പം നമുക്ക് ഗ്രേറ്റ് ഗാർഡൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാമല്ലേ. യൂറോപ്പിലെ ഈ വിൻ്ററിൽ നിന്ന് സ്പ്രിങ്ങിലേക്ക് മാറുന്നത്, ആ ഒരു ചേഞ്ച് നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ, നിറയെ പൂക്കളൊക്കെ ആയിട്ട് എവിടെ നോക്കിയാലും നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പച്ചപ്പും ഹരിതാപവും ആയിരിക്കും. പക്ഷേ വിൻ്റർ സമയത്താണെങ്കിലോ എല്ലാ ഇല കൊഴിഞ്ഞ് മഞ്ഞ് പെയ്ത് ശരിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്നൊരു ഫീലാണ്. അപ്പോൾ അത് ആ ഒരു 6 മാസത്തെ കാഴ്ചകളൊക്കെ മങ്ങിയ സമയം നമുക്കിങ്ങനെ മാറി തുടങ്ങുന്നതാണ് ഈ സ്പ്രിങ് സ്റ്റാർട്ടിങ്. അതിങ്ങനെ എല്ലാ പൂക്കളും എല്ലാ മരങ്ങളും പച്ച പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് നാട്ടിലെ ഒരു ഫീൽ ഇങ്ങനെ കിട്ടും. ഇത് മാത്രമല്ല കേട്ടോ, ഈ വിൻ്റർ ടൈമിൽ വല്ലാത്തൊരു മൂകതയാണ്. ഒരു ശബ്ദങ്ങളും ഉണ്ടാവില്ല, ഒരു ചെറിയ പക്ഷികളെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടെ നമുക്ക് കുഞ്ഞി പക്ഷികളുടെ സൗണ്ടും രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കും. അപ്പോൾ ഈ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടല്ലോ കാലാവസ്ഥയുടെ, അത് നമുക്ക് ഈ യൂറോപ്പിൽ വന്നാൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. നമ്മളങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഈ ഗാർഡൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കാണുന്നില്ല, ഇതിൻ്റെ ഉള്ളിലൂടെ ഒരുപാട് കുട്ടി റോഡുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നടക്കാൻ ഒരുപാട് ദൂരം ഉണ്ട്. കൂടുതലായിട്ട് സൈക്ലിംഗ് ആണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നടക്കാൻ വരുന്നവരും ഉണ്ട് നിറയെ ആൾക്കാർ. നല്ല തെളിഞ്ഞ ആകാശമല്ലേ, കാണുമ്പോൾ നല്ല വെയിലുള്ള ദിവസം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ വെയിലിന് ചൂടില്ല കേട്ടോ, കളറ് മാത്രമേ ഉള്ളൂ. ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അത്യാവശ്യം തണുപ്പുള്ളൊരു ദിവസം തന്നെയാണ്. ഈ കാണുന്നതാണ് ഈ ഗാർഡൻ്റെ സെൻറ്ററിലായിട്ടുള്ള സമ്മർ പാലസ്. സമ്മർ പാലസിൻ്റെ ബാക്ക് വ്യൂ ആണ് കേട്ടോ നമ്മൾ കാണുന്നത്.
നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പൂക്കളൊക്കെ കണ്ടു, എന്തൊരു ഭംഗിയല്ലേ കാണാൻ. നന്നായിട്ട് കാറ്റും വീശുന്നുണ്ട്, അതുകൊണ്ട് തണുപ്പ് കൂടുതലുമാണ്. കാണുമ്പോൾ തോന്നും നല്ല വെയിലുള്ളൊരു ദിവസമാണ്. നമ്മളങ്ങനെ നടന്ന് സമ്മർ പാലസിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് സമ്മർ പാലസിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളൊരു പൂന്തോട്ടാണ്. നമ്മുടെ അത്തപ്പൂക്കളം ഓർമ്മ വരുന്നുണ്ടല്ലോ ഇത് കാണുമ്പോൾ. പലതരം പൂക്കളും പല കളറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എല്ലാവരും ഇതിന് ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു ചുറ്റും. ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. സമ്മർ പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടതിൻ്റെ ബാക്ക് വശമായിരുന്നു.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്രീറ്റ് ഗാർഡൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം SK.